എല്ലാവരെയും കൃപാസന മാതാവ് അനുഗ്രഹിക്കട്ടെ. അപ്പം ഞാൻ ഈ പ്രാർത്ഥനയുടെ കൂടെ, ഈ പ്രത്യേക പ്രാർത്ഥനയുടെ കൂടെ ഒരുപാട് അത്ഭുതങ്ങൾ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരുപാട് അത്ഭുതങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ സംഭവിച്ചിട്ടുണ്ട്. ഈ ചാനലിലൂടെ ഒരുപാട് അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. പലരും എന്നോട് നേരിട്ട് തന്നെ പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം അതീവ ശക്തിയേറിയ പ്രാർത്ഥനകൾ മാത്രമാണ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, മാതാവിൽ നിന്ന് വെളിപ്പെട്ട് ലഭിക്കുന്ന പ്രാർത്ഥനകൾ മാത്രമാണ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതീവ ഭക്തിയോട് കൂടി തന്നെ പങ്കെടുക്കുക. അതുപോലെ തന്നെ ഈ പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ് മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. അതായത് മാതാവിൽ നിന്ന് വെളിപ്പെട്ട് കിട്ടിയ 2 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാതാവിൻ്റെ ഒരു രൂപം നിർമ്മിക്കുവാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും മെമ്പർഷിപ്പ് എടുക്കുക. യൂട്യൂബിൽ തന്നെ ഈ ചാനലിൽ തന്നെ ഒരു ഓപ്ഷനുണ്ട്, മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ട്. 170 ചെറിയ പൈസ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾ പേ ചെയ്തിട്ട് മെമ്പർഷിപ്പ് എടുക്കുക. ആ എമൗണ്ട് നിങ്ങളാകുന്ന രീതിയിലാണ്. അപ്പം ആ ഒരു ചെറിയ എമൗണ്ട് നിങ്ങൾ എന്താ പറയുക, മെമ്പർഷിപ്പ് എടുക്കുന്നതിലൂടെ അത് നമുക്ക് മാതാവിൻ്റെ രൂപം പണിയിക്കുന്നതിനായിട്ട് നമുക്ക് അത് ഉപയോഗിക്കാം. അപ്പം അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു വ്യക്തിക്ക് ഒരു നല്ല കാര്യം ചെയ്യണം, ഒരു ഉപകാരം ചെയ്യണം. അതായത് ആ വ്യക്തി നിങ്ങളിലേക്ക് വരും. നിങ്ങളിപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ യാത്രയിൽ ചെയ്യുമ്പോഴായിരിക്കാം, ഏതെങ്കിലും ഒരു സ്ഥലങ്ങളിലായിരിക്കാം നിങ്ങൾ ആ വ്യക്തിയെ കണ്ടുമുട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങൾ സഹായിക്കുക. ഈ 2 കാര്യങ്ങളാണ് മാതാവ് വെളിപ്പെടുത്തി എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം തീർച്ചയായിട്ടും ഈ 2 കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കുക. മാതാവിൻ്റെ എപ്പോഴുമുള്ള നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആ ഒരു പ്രസൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, ആ സംരക്ഷണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഈ പ്രാർത്ഥനയിൽ അതിഭക്തിയോടുകൂടി പങ്കെടുക്കുന്നത് പോലെ തന്നെ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. അത്രയും നിർബന്ധമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ പ്രാർത്ഥനയിലേക്ക് കടക്കാം. അതുപോലെ തന്നെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന പ്രാർത്ഥനകൾ നിങ്ങൾ അധികം ഭക്തിയോട് കൂടെ തന്നെ പങ്കെടുക്കുക. അതൊരിക്കലും പ്രാർത്ഥന നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവാതെ, പ്രാർത്ഥന തുടക്കം തൊട്ട് അവസാനം വരെ നിങ്ങൾ മുഴുവനായിട്ട് നിങ്ങൾ പങ്കുചേരുക. എന്നാൽ മാത്രമാണ് മാതാവിൽ നിന്നുള്ള അനുഗ്രഹം നമ്മൾക്ക് ലഭിക്കത്തുള്ളൂ. നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. അതുപോലും നമ്മൾ ചെയ്യാതെ എപ്പോഴേലും ഒരു സാഹചര്യത്തിൽ നമ്മൾ എവിടെയെങ്കിലും വീണ് പോയതിന് ശേഷം, അമ്മേ മാതാവേ എന്നെ രക്ഷിക്കണമേ, ഈശോ എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാലൊന്നും നടക്കത്തില്ല. അപ്പം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാതാവും ഈശോയും ഒരുപാട് നമുക്ക് ഒരുപാട് സാഹചര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. പലരുടെ രൂപത്തിൽ നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാം അതെല്ലാം തട്ടിക്കളഞ്ഞു. നമ്മൾ വിചാരിക്കും നമ്മളെപ്പോഴും ഈ പൂർണ്ണ ആരോഗ്യത്തോടെ ഇങ്ങനെ നടക്കും എന്നുള്ള ചിന്താഗതി വരുമ്പോഴാണ് മനുഷ്യന് ദൈവത്തെ വേണ്ട, അത്തരത്തിലുള്ള ചിന്താഗതികൾ വരിക. പക്ഷേങ്കിലും എവിടെയെങ്കിലും ഒന്ന് വീണ് കഴിയുമ്പോഴായിരിക്കും പിന്നെ ദൈവത്തെ വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിൽ നിന്നുള്ള സംരക്ഷണം എപ്പോഴും വേണം, അമ്മയിൽ നിന്നുള്ള സംരക്ഷണം എപ്പോഴും വേണമെങ്കിൽ നിങ്ങൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന പ്രാർത്ഥനകൾ നിങ്ങൾ പങ്കുകൊള്ളുക. അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങൾ കമൻ്റായിട്ട് ഇടുക. അപ്പോൾ നമുക്ക് നേരെ പ്രാർത്ഥനയിലേക്ക് കിടക്കാം. അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ വ്യക്തികളെയും ഞാൻ അമ്മയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ഓരോ വ്യക്തികളെയും ഓരോ അവസ്ഥകളെയും ഞാൻ അമ്മയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഏത് സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരാണ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതെങ്കിലും, എത്രത്തോളം ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരാണ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതെങ്കിലും, അവരെ എല്ലാവരെയും അമ്മയുടെ കരുതൽ ഇവരോടൊപ്പം ഉണ്ടായിരിക്കണമേ. അമ്മേ മാതാവേ, ഇവർ പലതരത്തിലുള്ള തെറ്റുകളിലൂടെയൊക്കെ കടന്നു പോയവരായിരിക്കാം. പക്ഷേങ്കിൽ അമ്മേ മാതാവേ, അമ്മയുടെ സ്വന്തം മകനും മകളുമാണ് ഇവരെ അതുപോലെ തന്നെ അമ്മ കാത്തുകൊള്ളണമേ. അമ്മേ മാതാവേ, ഇവരുടെ ഓരോ സാഹചര്യങ്ങളെയും ഞാൻ അമ്മയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. അമ്മേ മാതാവ്, ഈ പ്രാർത്ഥന അമ്മ എന്നോട് പറഞ്ഞ പ്രാർത്ഥനകളാണ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. അമ്മേ മാതാവ്, അത്രയും വിശ്വാസപൂർണ്ണമായിട്ട് അവർ മനസ്സിനെ ഒരുക്കിക്കൊണ്ടാണ് ഈ മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത്. അമ്മേ മാതാവ്, ഇവരെ അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഒരുപാട് ആൾക്കാർ സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടുകളിലൂടെ നേരിട്ട് പോകുന്നവരുണ്ട്. അമ്മേ മാതാവ്, ഇപ്പോൾ തന്നെ അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ അമ്മയുടെ ഒരു ഇടപെടൽ നടത്തണമേ. അമ്മേ മാതാവേ, എനിക്കറിയാം അമ്മ ചില സമയങ്ങളിൽ അമ്മ കുറച്ച് നീട്ടി വെക്കും, കുറച്ച് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നീട്ടി വെക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മക്കളെ ഒന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ വ്യക്തികളും അമ്മ എന്നോട് വെളിപ്പെടുത്തി തന്ന 2 കാര്യങ്ങൾ കൃത്യമായി ചെയ്യുമെന്ന് അമ്മ ഇവരെ ഏറ്റു പറയുന്നു. അമ്മേ മാതാവേ, ഇവരെ അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, ഇവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അമ്മ മാറ്റി കൊടുക്കണമേ. അമ്മേ മാതാവേ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളെന്ന് പറയുമ്പോൾ അതിൽ കടബാധ്യതകൾ വരുന്ന ഒരുപാട് ആൾക്കാർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. അമ്മേ മാതാവേ, ഈ കടബാധ്യതകൾ വരുന്ന ഇവരെ അമ്മേ മാതാവേ പൂർണ്ണതയോടെ അവരെ വിടുവിക്കണമേ. അവരുടെ കടബാധ്യത എടുത്ത് നീക്കണമേ. അതുപോലെ തന്നെ ജോലി ലഭിക്കുവാനായിട്ട് പലർക്കും ജോലി ലഭിക്കുന്നുണ്ട്. അമ്മേ മാതാവ്, അമ്മ അത്ഭുതങ്ങൾ നടത്തി തരുന്നുണ്ട്. ഈ ചാനലിലൂടെ കുറേ പേര്
പറഞ്ഞിട്ടുണ്ട്, എന്നോട് നേരിട്ട് തന്നെ അമ്മേ മാതാവേ പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലഭിക്കുന്നതെല്ലാം അവർ അമ്മയോട് തന്നെയാണ് നന്ദി പറയുന്നത്. അമ്മേ മാതാവേ, ജോലി ലഭിക്കുവാനായിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന അനേകം ആൾക്കാർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. അമ്മേ മാതാവേ, അവരെ അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, അതുപോലെ തന്നെ ജോലി ലഭിച്ചിട്ട് അതിന് വിസയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരുണ്ട്, ഇൻ്റർവ്യൂവിന് വേണ്ടി കാത്തു നിൽക്കുന്നവരുണ്ട്, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന നേഴ്സുമാരുണ്ട്, സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാരുണ്ട്, വിദ്യാർത്ഥികൾ എക്സാം എഴുതാൻ വേണ്ടി കാത്തു നിൽക്കുന്നവർ, ഇൻ്റർവ്യൂവിന് വേണ്ടി കാത്തു നിൽക്കുന്നവർ, എത്തരം ആൾക്കാർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവേ, പൂർണ്ണമായിട്ടും അമ്മയുടെ ഇടപെടൽ മൂലം അവരെ സംരക്ഷിക്കണമേ, അവരെ രക്ഷിക്കണമേ. അമ്മേ മാതാവേ, ഇവരുടെ കുറവുകളെല്ലാം എടുത്തു നീക്കിക്കൊണ്ട് അമ്മ ഇപ്പോൾ തന്നെ ഇവർക്കൊരു നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അമ്മ ഇവരുടെ കൂടെ ഉണ്ടാകണമേ. അതുപോലെ തന്നെ അമ്മേ മാതാവ്, വാഹനങ്ങൾ വാങ്ങുവാനായി വീട് വെക്കുവാനോ ഇല്ലെങ്കിൽ സ്ഥലങ്ങൾ വിൽക്കുവാനോ ആയിട്ട് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവ്, അമ്മയുടെ ഇടപെടൽ ഇപ്പോൾ തന്നെ ഉണ്ടാവണമേ. അതുപോലെ തന്നെ രോഗാവസ്ഥയിൽ കഴിയുന്നവർ, കിടപ്പ് രോഗികളായിട്ടുള്ള ആൾക്കാർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ ഏതെങ്കിലും രോഗങ്ങളിൽ ബാധിച്ച് ഇല്ലെങ്കിൽ ജന്മന പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത്തരം ആൾക്കാർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവ് അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ മാറ്റിക്കൊണ്ട് പൂർണ്ണ ആരോഗ്യത്തോടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് ചെയ്തു പോകാനുള്ള ആ ഒരു ആരോഗ്യം അമ്മ വീണ്ടെടുത്ത് കൊടുക്കണമേ അമ്മേ മാതാവേ. അമ്മേ മാതാവേ, അതുപോലെ തന്നെ രോഗം വരാതിരിക്കുവാനായിട്ട് അമ്മേ മാതാവ്, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ വ്യക്തികളെയും ഒരു രീതിയിലുള്ള അസുഖങ്ങളും ബാധിക്കാതിരിക്കും, മാരകമായിട്ടുള്ള അസുഖങ്ങളൊന്നും തന്നെ ബാധിക്കാതിരിക്കുവാൻ അമ്മേ മാതാവ് അമ്മ ഇപ്പോൾ തന്നെ കാത്തുകൊള്ളണമേ. അതേപോലെ തന്നെ അമ്മേ മാതാവേ, വാഹനങ്ങൾ ഓടിക്കുന്നവർ, അല്ലെങ്കിൽ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ, ഇല്ലെങ്കിൽ യാത്ര ചെയ്യുന്നവർ അമ്മേ മാതാവ്, ഒരു അപകടവും കൂടാതെ അമ്മ അവരെ സംരക്ഷിക്കണമേ, കാത്തുകൊള്ളണമേ. അമ്മയുടെ ഇടപെടൽ എപ്പോഴും ഇവരുടെ കൂടെ തന്നെ ഉണ്ടാവണമേ. അതുപോലെ തന്നെ ചിലവർക്ക് അമ്മ പറഞ്ഞൊരു മറ്റൊരു കാര്യമാണ്, എന്ത് കഴിച്ചാലും ശരീരത്തിൽ വളരെ മോശമായിട്ടുള്ള റിയാക്ഷൻ വരുന്നു ശരീരത്തിൽ. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കുവാനും, അത്തരം കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവ് അവരെ പൂർണ്ണമായിട്ടും അമ്മ വിടുവിക്കണമേ. അതുപോലെ തന്നെ അമ്മേ മാതാവേ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജന്മനാ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം അവരെയും അമ്മേ മാതാവ് ഇവരുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. അമ്മ ഇവരെ കൈപിടിച്ച് അമ്മ ഉയർത്തണമേ. ഇവരെ പൂർണ്ണ ആരോഗ്യത്തോടെ സാധാരണ ആൾക്കാരെ പോലെ തന്നെ ഇവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ. അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ ഉണ്ടാവാതിരിക്കുവാൻ അമ്മയുടെ ഇടപെടൽ ഇപ്പോൾ തന്നെ ഉണ്ടാകണമേ. അമ്മ ഇവരെ കാത്തുകൊള്ളണമേ. അതുപോലെ തന്നെ വിവാഹം നടക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നവർ, പ്രാർത്ഥന പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവ് അവരെയും കൂടി അമ്മയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ മക്കളില്ലാത്തവർ ഈ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്. അമ്മേ മാതാവേ, അവരെയും കൂടെ അമ്മ കാത്തുകൊള്ളണമേ. അമ്മേ മാതാവേ, അതുപോലെ തന്നെ ശരീരത്തിലുണ്ടാകുന്ന ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളും ഉള്ളവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവ് അവരുടെ അസുഖം ഇപ്പോൾ തന്നെ മാറ്റണമേ. അതൊരു രോഗാവസ്ഥയല്ല, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മേ മാതാവേ, ഇവർ അമ്മയിലേക്ക് വരുവാനായിട്ട് അമ്മ തന്നെ നൽകിയ ഒരു ഇതാണ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ തിരിഞ്ഞു വരിക. അമ്മ വെളിപ്പെടുത്തി തന്നൊരു കാര്യമാണ്, അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്. അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത മുഴുവൻ വ്യക്തികളുടെയും കുടുംബങ്ങളെ ഞാൻ സമർപ്പിക്കുകയാണ്. മാതാവ്, കുടുംബത്തിലുള്ള കലഹങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ, മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഇല്ലെങ്കിൽ മക്കളും മാതാപിതാക്കളും തമ്മിൽ പ്രശ്നങ്ങൾ പോലെ തന്നെ ലഹരികൾ ഉപയോഗിക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അമ്മേ മാതാവേ, അവരെയും കൂടെ നിങ്ങൾ സമർപ്പിക്കാം. ഇപ്പോൾ തന്നെ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ ഏറ്റുപറയാം. അമ്മേ മാതാവേ, ഇപ്പം സമർപ്പിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥനകൾ അമ്മേ മാതാവേ, അമ്മയുടെ മുന്നിലേക്ക് സമർപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥനകൾ പൂർണ്ണമായിട്ടും വിടുവിക്കണമേ. അമ്മയിൽ എപ്പോഴും ഒരു വിശ്വാസം ഉറപ്പിച്ചുകൊണ്ട് എല്ലാ ദിവസവും ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന പ്രാർത്ഥനകളിൽ പങ്കുചേരുമെന്നും അതുപോലെ തന്നെ അമ്മേനെ മറ്റുള്ളവരിൽ പ്രചരിപ്പിക്കുമെന്നും ഇവർ പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തത്. അമ്മേ മാതാവേ, അമ്മ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നൊരു വിശ്വാസമുണ്ട്. അമ്മ എപ്പോഴും കൂടെ ഉണ്ടാവും ഇവരുടെ കൂടെ.